ഉദ്യോഗസ്ഥനെ കൊലക്കേസ് പ്രതി മർദ്ദിച്ചു. കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലാണ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചത്. കൊല്ലം ജില്ലാ ജയിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അഭിലാഷിനാണ് മർദ്ദനമേറ്റത്. ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? സ്റ്റാൻഡിംഗ് കാർഡ് ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ പ്രിസൺ ഓഫീസറായ അഭിലാഷിനെ ആലുവ അതിൽ മർദ്ദിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭ്യമാകുന്നത്. അഭിലാഷിന് മർദ്ദനമേറ്റിട്ടുണ്ട്, ഓഫീസർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അല്പസമയം മുമ്പാണ് ജില്ലാ ജയിലിൽ ഇത്തരത്തിലൊരു വാക്കേറ്റവും പ്രിസൺ ഓഫീസറുമായി കയ്യേറ്റ ശ്രമവും മർദ്ദനവും നടന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, അലുവ അതുൽ നേരത്തെ കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിൽ പിടികിട്ടാതെ ഒളിച്ചു നടന്നയാളാണ്. ഇയാളെ ആലുവയിൽ വെച്ച് പിടികൂടുന്നതിനെ പോലീസിനെ കടന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് സാഹസികമായി ഇദ്ദേഹത്തെ പോലീസ് മറ്റൊരു സംസ്ഥാനത്തു നിന്നും പിടികൂടിയാണ് ഇത്തരത്തിൽ ഈ ജയിലിൽ റിമാൻഡ് കാലാവധിക്കായി ജില്ലാ ജയിലിലേക്ക് കൊണ്ടുവന്നത്. ജില്ലാ ജയിലിൽ കഴിഞ്ഞു വരികയാണ് ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി ഇത്തരം ഒരു സംഭവം ജില്ലാ ജയിലിൽ ഉണ്ടാകുന്നത്. എന്തായാലും മർദ്ദനമേറ്റ പ്രിസൺ ഓഫീസർ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും അലുവ അതുലിനെ ഇപ്പോൾ തന്നെ ജയിലിൽ തുടരുകയാണ്. ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ ഇയാളെ ഈ മറ്റൊരു ഭാഗത്തേക്ക്, ജയിലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ലക്ഷ്മി പത്മ, ജയിൽ ഉദ്യോഗസ്ഥന് പ്രതിയുടെ മർദ്ദനമേറ്റു എന്നുള്ളതാണ് വിവരം. കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലാണ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലാ ജയിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അഭിലാഷിനാണ് മർദ്ദനം ഏറ്റിരിക്കുന്നത്. ഷമീർ, ഇദ്ദേഹത്തിന്റെ മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ അക്രമത്തിൽ ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ കാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നാണ് പറയുന്നത്. എല്ലാവർക്കും കാർഡ് നൽകുന്നത് പോലെയാണ് ഇത്തരത്തിൽ ഈ അലുവ അതുലിനും കാർഡ് നൽകിയത്. പക്ഷേ ഈ കാർഡ് നൽകുന്നതിൽ ചില അപാകതകൾ ഇയാൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് ചോദ്യം ചെയ്തെയാണ് പ്രിസൺ ഡെപ്യൂട്ടി ഓഫീസറായ അഭിലാഷ് ഇത് ചോദ്യം ചെയ്യുകയും ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ മർദ്ദിച്ചത് എന്നാണ് നമുക്ക് ജയിൽ സൂപ്രണ്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും മർദ്ദനം ഏറ്റിട്ടുണ്ട്, അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ജയിലിനുള്ളിൽ നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ വിവരങ്ങൾ വളരെ വൈകിയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇയാളെ, ഈ പരിക്കേറ്റ ജയിൽ ഉദ്യോഗസ്ഥൻ അഭിലാഷ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും ഈ മർദ്ദനം നടത്തിയ അലുവ അതുലിനെ വേണമെങ്കിൽ ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്ന കാര്യം ഉൾപ്പെടെ ആലോചിക്കും എന്നാണ് ഇപ്പോൾ ജില്ലാ ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. ലക്ഷ്മി പത്മ. ഷമീർ, കൊല്ലത്ത് നടന്ന അക്രമ പരമ്പരകൾ, കൊലപാതകം, ഇതുമായി ബന്ധപ്പെട്ടാണ് അലുവ അതിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളത്. ഇപ്പോൾ ഇയാൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇയാളുടെ പേരിൽ, ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കൂടി പുതിയ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ ഈ മർദ്ദന കേസിൽ? അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. കാരണം ജയിലിനുള്ളിൽ വെച്ച് നടന്ന മർദ്ദനമാണ്. ജയിലിന്റെ പരിധിയിലുള്ള സ്റ്റേഷൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്. എന്തായാലും പരിക്കേറ്റ അഭിലാഷിന് പരാതിയുണ്ട് എങ്കിൽ അത് വെസ്റ്റ് പോലീസ് സ്റ്റേഷന് നൽകുകയും വെസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പുതിയൊരു കേസ് ഈ സംഭവത്തിൽ ചാർജ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത്തരം സാധ്യതകളിലേക്ക് ജയിൽ സൂപ്രണ്ട് പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും അഭിലാഷ് ചികിത്സ തേടി ആശുപത്രിയിലേക്ക് പോയ സാഹചര്യമുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് എത്തിയാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നമുക്കറിയാം, ഈ സന്തോഷ് വധക്കേസിലെ മുഖ്യ സൂത്രധാരനാണ് അലുവ അതുൽ. ഈ കൊട്ടേഷൻ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആൾ കൂടിയാണ് ഇയാളാണ് ഇന്നോവ വാഹനം തരപ്പെടുത്തി കൊടുത്ത് ഇത്തരത്തിൽ സന്തോഷിന്റെ വീട്ടിലേക്ക് ഗുണ്ടകളുമായി എത്തി ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം അവിടെ നടത്തിയ ശേഷം അന്നേ ദിവസം രാത്രി തന്നെ ജില്ല വിട്ട് പോവുകയും ചെയ്തത്. എന്തായാലും അലുവ അതുൽ ഇപ്പോഴും കൊല്ലം ജില്ലാ ജയിലിനുള്ള ഉള്ളിലുണ്ട്. ഇയാൾക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല. പക്ഷേ ജയിൽ സീനിയർ സൂപ്രണ്ട് അഭിലാഷിന് പരിക്കേറ്റുണ്ട്. അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.